അസ്സലാമലൈക്കും. ഈദ് മുബാറക്. അപ്പം ടേസ്റ്റ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈദാണ്. അപ്പോൾ ഈദിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശം മാത്രമേ ഉള്ളൂ, യാതൊരു പ്ലാനിങ്ങും ഇല്ല. പെട്ടെന്നാണ് ഞങ്ങളുടെ ഒരു യാത്രയാണ്. എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ അവിടെ എത്തിക്കാണുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കാണാം. അത് ഷാർജയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഒരു ഫ്രണ്ടാണ്, അഷ്റഫ് ആണ് പുള്ളിയുടെ പേര്. ഞങ്ങൾക്ക് ഒരു ഇക്കയാണ്. അപ്പം പുള്ളീനോട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഒമാനിലേക്ക് പോകാനുള്ളതാണ്. അതൊരു ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷൂട്ടായിട്ട് ഞങ്ങൾ ഇത് കണക്കാക്കുന്നേയില്ല. ഒരു ജസ്റ്റ് വിസിറ്റ് എന്നുള്ള ഒരു വിസിറ്റാണ്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്നുമില്ല. ഞങ്ങൾ അവരുടെ അടുത്ത് പോകുന്നു. അവിടുന്ന് നമ്മൾ ബാക്കിയൊക്കെ നമുക്ക് കാണാം. ശരി ശരി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇക്കാൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പെട്ടെന്നുള്ളൊരു യാത്രയാണ്. പെട്ടെന്ന് കയറി ചെല്ലാൻ പോവാണ്. അവിടെ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഒന്നും പറയാൻ പറ്റില്ല. കയറാം. സെക്കൻഡ് ഫ്ലോറിലാണ് ഇക്കയുടെ റൂമുള്ളത്. നമുക്ക് അവിടേക്ക് പോകാം. സെക്കൻഡ് ഫ്ലോർ 201. ഞങ്ങൾ റൂമിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് റൂം. വീഡിയോ കണ്ടല്ലോ. സർപ്രൈസ് ആയിട്ട് വാ. ഇക്ക പറഞ്ഞ പോലെ അരി ഇവിടെ ഉണ്ട്. ബാക്കി സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പോവാം. ഇക്ക വണ്ടിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. കടയിലേക്ക്, ഏത് കടയിലേക്ക് പോകുന്ന അറിയില്ല. തൊട്ടടുത്തുള്ള കടയാന്ന് പറഞ്ഞു. നമുക്ക് വണ്ടി റെഡി ആയിട്ട് തമ്പി ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വരണ്ടേ ഇങ്ങോട്ട്? ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് പോയില്ലേ? അത് ശരി. ഒരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നല്ലോ. നമ്മളെ ഈദ് നമുക്ക് തകർക്കണം. ഈദ് ആഘോഷിക്കാം അല്ലേ? ഈദ് ആഘോഷിക്കുകയാണ്. ആയിക്കോട്ടെ. അതാണ് ആദ്യമായിട്ട് നമുക്ക് മട്ടൺ മേടിക്കാം. ഇക്ക വീട്ടിൽ വിളിച്ചിട്ട് ഇത്തവണ ചോദിക്കുന്നുണ്ട് സവാള ഉണ്ടോ, തക്കാളി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടേ പോകുന്നുണ്ട്. സംഭവം നമുക്ക് പെട്ടെന്നുള്ള പറയാറുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് സംശയങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇക്കയുടെ അശോക്കയുടെ വൈഫാണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് സിമിത്തിയാണ് നമുക്ക് വേണ്ടി മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഉള്ളി കട്ട് ചെയ്തിട്ട് കണ്ടെന്ന് വെള്ളം കളഞ്ഞിരിക്കുകയാണ്. പൊളിക്കില്ലേ? മട്ടൺ ബിരിയാണി പൊളിക്കും.
അപ്പം കിച്ചണിലോട്ട് പോകാം. ഓക്കെ. അതിലറിയാതെ ഒരു മുന്തിരി കയറിയില്ലേ? ഇതെങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ അതെ. സവാള ഗോൾഡൻ കളറിൽ വറുത്തെടുക്കാൻ കുറച്ച് ഉപ്പിട്ട് പെട്ടെന്ന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പോഴാണ് അപ്പൊ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സലാഡ് ഉണ്ടാക്കുന്നത് ഒരു പ്രശസ്ത ഷെഫാണ്. ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, ബിരിയാണിയിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളിയെ കൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഒരു പേര് രൂപേഷ്, രൂപക്കാണ് നമുക്ക് ഇന്ന് സലാഡ് ഉണ്ടാക്കുന്നത്. എങ്ങനെ നോക്കാം. ഷെഫ് ഉണ്ടാക്കുന്ന രീതിയും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമില്ല. നോക്കാം. ആ കട്ടിങ്ങിൽ തന്നെ കാണാം നമുക്ക് അതിന്റെ ഒരു ഇല്ലേ. നോക്കാം. പുള്ളി വെറും ഒരു ഷെഫ് മാത്രമല്ല, ഒരു കലാകാരനാണ്, നല്ലൊരു നാടക നടനാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും വരുന്നെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ഫ്രണ്ടുമാണ്. ഞങ്ങളുടെ ഫ്രണ്ടുമാണ്. ആ കാവ്യാത്മകമായ ആ കട്ടിങ് നല്ല വൈബോ. സവാള മസാല മസാല റെഡിയാക്കാൻ പോവുകയാണ്. ഇത് മട്ടനുള്ള മസാല. ആദ്യം എണ്ണ ഒഴിക്കുന്നു. സാധാ എണ്ണയല്ലേ ഇത്? ഒറ്റയ്ക്ക് സംസാരിച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കൂടാം. എണ്ണ ഒഴിച്ച് അതിലോട്ട് നേരത്തെ വളരെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത കരഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത സവാള ഇടുന്നു. എല്ലാം ഷടപടയെന്നാണ്. കമോൺ വിജയ് ഭായ്, കട്ട് ചെയ്യൂ. കട്ടിംഗ് മാസ്റ്റർ വരൂ. മട്ടനുള്ള മസാലയാണ്. ആദ്യം സവാള വഴറ്റുന്നു, കുറച്ച് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് ആക്കിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വളരെ മനോഹരമായ രീതിയിൽ കട്ട് ചെയ്ത വിജയ് പാലി കട്ട് ചെയ്തതാണ്.
ഇവിടുത്തെ എല്ലാം കയ്യളവാണ് അല്ലേ? എത്ര സവാള വേണം, എത്ര തക്കാളി വേണം എന്നൊന്നും പറയുന്നില്ല. എല്ലാം ഇത്താൻ്റെ കയ്യളവാണ്, എക്സ്പീരിയൻസ് ആണ് അല്ലേ ഇതാ? എന്താ ഒമാനിൽ പോയിട്ട് എന്തൊക്കെയാ പരിപാടി? സലാല. എങ്ങനെ, നല്ല ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു അവിടെ? അടിപൊളി. ഇത് ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളെ ആഗ്രഹങ്ങള് ബക്കറ്റിൽ എഴുതിയിടുക, അത് പിന്നെ പൂർത്തീകരിക്കുമ്പോൾ മാറ്റുക. അങ്ങനെ ഒരു ഇതാണ് സലാല. അടിപൊളി. ജസ്റ്റ് ഒന്നും കൂടി തക്കാളി കൂടി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ ഇടാം അല്ലേ? കുറച്ച് മഞ്ഞപ്പൊടി. ഇത് മട്ടൻ വേവിച്ചിട്ടില്ല. സാധാരണ മട്ടൻ വേവിച്ചിട്ടുള്ള ടൈം ഇട്ടുള്ളത് എല്ലാം ഒന്നിച്ച് നട്ടാൻ ഉപയോഗിച്ചു. ഇപ്പൊ എന്താ തട്ട്? മഞ്ഞപ്പൊടി ഇട്ടു, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി, മുളക് പൊടി ജസ്റ്റ് ഒന്ന് ഇടുന്നേ ഉള്ളൂ. കുരുമുളകിന്റെ സ്പൈസിയാണ് നിൽക്കേണ്ടത്, ആ എരിവാണ് വേണ്ടത് അല്ലേ? മല്ലിപ്പൊടി. എന്താ കുറേ സാധനങ്ങൾ മസാലകളൊക്കെ ഇട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിനയും മല്ലിയിലയും മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വളരെ വലുതാക്കി കട്ട് ചെയ്തിട്ട് വിജയ് ബാലി വീണ്ടും നമ്മളെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മട്ടൺ കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. 2 വിസിലാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച മസാലയിലോട്ട് ആ മട്ടൺ ഇടുകയാണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം മട്ടൺ ബിരിയാണി ആയിരിക്കും ഇത്. ഇനി ബാക്കി വേവ് നമ്മളെ ഈ മസാല കിടന്ന് വേവണം ഇല്ലേ? കുറച്ച് വെള്ളം ഈ മസാലയിൽ ഒഴിക്കും. ബാക്കി കുറച്ച് ഈ അരി വേവിക്കുമ്പോൾ അതിലിടും. അപ്പോൾ ഈ കുക്കറിലിട്ട മട്ടനിലെ വെള്ളം ശരിക്കും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഈ മസാലയിലോട്ട് ഒഴിക്കും. ബാക്കി വെള്ളം ചോറ് വേവിക്കും അതില്ലേ? ചോറ്. അതെ, ആ മട്ടൻ്റെ ഫ്ലേവർ കിട്ടാൻ. അതെ, മട്ടൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ടാണ്. തൊട്ടടുത്തുള്ള പാത്രത്തിൽ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളമാണ്. വെള്ളം തിളപ്പിച്ചിട്ടാണ് അരി വേറൊരു പാത്രത്തിൽ വിടും അല്ലേ? ആ, ഓക്കെ. മട്ടൻ വെന്ത വെള്ളമാണത്. മട്ടൻ്റെ
അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിലേക്ക് ആ മട്ടൻ വേവിച്ച വെള്ളം കുറച്ച് ഇതിലൊഴിച്ചു, ബാക്കിയുള്ള വെള്ളം അരി വേവിക്കാനുള്ള അതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒഴിച്ച വെള്ളത്തിലോട്ട് മട്ടൻ വേവിച്ച വെള്ളം കൂടി മിക്സ് ആക്കി ഇനി ഈ വെള്ളത്തിലോട്ടാണ് അരി ഇട്ടിട്ട് വേവിക്കുന്നത്. വേറെ പാത്രം. ഓക്കെ, ഈ വെള്ളം തിളച്ചതിന് ശേഷം വേറെ പാത്രത്തിലാക്കിട്ട് വെക്കും. അരി വറക്കും, അത് നെയ്യ് അരി വറക്കും, നെയ്യ് ഒഴിച്ചിട്ട് ശരി ശരി. അതിലേക്ക് അത് കഴുകി വെച്ചില്ലേ അരി? കഴുകി ഊറ്റി വെച്ചേക്കാം. ഇതുപോലത്തെ കുക്കറി ഷോയിലൊന്നും പങ്കെടുക്കുന്ന ശീലമില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ചമ്മലും സംസാരിക്കുമ്പോഴുള്ള ആ നാണം ഒക്കെ ഉണ്ട്. നമുക്കങ്ങ് സഹിക്കാം. ബാക്കിയൊക്കെ ബിരിയാണിയിലാണ് കാര്യങ്ങൾ അല്ലേ? ഓരോരോ ഇതിനകത്ത് പോകുന്നു. പട്ട ഗ്രാമ്പ് ഇതിനകത്ത് ഏലക്കയാണ് അതിനകത്ത്. അതൊന്നുമല്ല, തക്കാളി അതിനകത്ത്. തക്കാളി അല്ല വേറെ. അപ്പോൾ ഇതില് നെയ്യ്, ഇതെന്തൊക്കെയാ? നെയ്യിട്ടു, സവാള ഇട്ടു, പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് ഇനി അരി. വേണ്ട പച്ചവെള്ളമുണ്ട്, മറ്റേ മട്ടൻ വേവിച്ച വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ ഉപ്പ് ഇട്ടതാണ്. മട്ടൻ വെന്ത വെള്ളം, ആ വെള്ളം ഇതൊക്കെ ഇതിൽ ചേർത്ത് കുറച്ച് പുതിന അതിന്റെ മേലിട്ടു, ഉപ്പൊക്കെ റെഡിയാണ്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് ഒന്നുമില്ല, തുടർന്നു. നമ്മളെ ചോറ് മിക്സ് ചെയ്യും. കുറച്ച് ആരോഗ്യമുള്ള ആള് വേണ്ടതുകൊണ്ട് നമ്മൾ ഇത്താനെ വിളിച്ചിട്ടുണ്ട്. ഇനി ഈ പാതിയിലോട്ട് മസാല മിക്സ് ചെയ്യും. ഇച്ചിരി ബലമുള്ള പരിപാടിയാണ്. പറഞ്ഞല്ലോ
ബിരിയാണി സെറ്റായി. അടുപ്പ് കഴുകി അപ്പൊ നമ്മള് ബിരിയാണി എല്ലാം സെറ്റ് ചെയ്ത് ഇനി ദമ്മൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് അടച്ചിട്ട് ദമ്മായിട്ട് വേവണം. അത്രേ ഉള്ളൂ. 10 മിനിറ്റ് ഒരു 10 മിനിറ്റ് ചെറിയ തീയിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവണം. അത്രേ ഉള്ളൂ. ഗ്ലാസിന് ഓൾറെഡി നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സൈഡിൽ വരുന്ന കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ബിരിയാണി ദമ്മൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ഓക്കെ ആയി. ഇനി മാറ്റിയാൽ മതി. ഇനി സർവ് ചെയ്യുക, കഴിക്കുക. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കിട്ടാനടുത്ത് പറയും. അപ്പൊ സാധനങ്ങളൊക്കെ സെറ്റാക്കി കഴിക്കാനുള്ള പുറത്താണ്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇരിക്കുന്ന, എല്ലാ ഓൾ ഫാമിലി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോകും. എല്ലാവരും വാ വാ വാ. ഇതൊരു പ്രത്യേക സുഖമാണ്. ഈദിന് എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന്. അതെ ഇത്താ നമ്മൾ കഴിഞ്ഞില്ലേ? വരൂ. കളിയും തുടങ്ങി. ഓൾ ഫാമിലി സെറ്റായി കഴിക്കാനുള്ള പരിപാടിയാണ്. ഇതും പറയില്ല. നമ്മളെ മെയിൻ കുക്ക് ഇത്തരം ഞങ്ങൾ കഴിച്ചിട്ട് ഇപ്പം പറയും. എല്ലാവരും ഞങ്ങൾ മാത്രമല്ല, ഇതുവരെ ഞങ്ങൾ മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ തുടങ്ങി, എല്ലാവരും തുടങ്ങി. ഞാൻ പറഞ്ഞാല് ശരിയാവില്ല. അത് നിങ്ങൾ തന്നെ തുടങ്ങുക. അടിപൊളി. സംഭവം സൂപ്പർ സൂപ്പർ. ഇത് അടിപൊളി. ഇതുപോലൊരു ബിരിയാണി കഴിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു ബിരിയാണി അടിപൊളി. അപ്പോൾ ടേസ്റ്റ് ആൻഡ് ട്രാവലിന്റെ ഈദ് സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇക്കാനെ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ ക്ഷമിക്കണം. ആദ്യം ഇക്ക എന്തെങ്കിലും പറയാം. ബുദ്ധിമുട്ടൊന്നുമില്ല, ഉറക്കം നഷ്ടപ്പെടുത്തിയതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, ഇക്കന്ന് വൈകിട്ട് സമയം ഏകദേശം 3 മണിയായി. 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാണ്, ഒമാനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ഭാര്യയാണ്. അത് പ്രത്യേകം താങ്ക്സ് പറയേണ്ട കാര്യമാണ്. ഇത്തേക്ക് സൂപ്പർ മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒരു സൈൻ